എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നെല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നെല്ലനാടിൻ്റെ തുളസീദളം തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. അത്താഴം കഴിഞ്ഞപ്പോൾ ഹരി മുറിയിലേക്ക് പോയി. പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് ഹിമ വന്നത്. അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് കൂടി ഉണ്ടായിരുന്നു. വാതിലടച്ച ശേഷം അവൾ അയാൾക്കടുത്ത് വന്നു. അമ്മയുടെ ഓരോരോ നിർബന്ധങ്ങൾ. പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ ചിരിച്ചു. ഒരു ഗ്ലാസ് പാല് രാത്രിയിൽ എനിക്കുള്ള പതിവാ. ഹരി പുഞ്ചിരിച്ചു. അപ്പോൾ ഷെയർ ചെയ്യാൻ ഭാവമില്ലേ? അവൾ അയാൾക്കടുത്തിരുന്നു. ആ, ഇനിയങ്ങോട്ട് അതാണല്ലോ വേണ്ടത്. അയാൾ അവളുടെ കൈ പിടിച്ചു. അപ്പോൾ ഹരിയുടെ ഇടത് കൈയിലെ 6-ാം വിരൽ അവൾ കണ്ടു. അവൾ ആശ്ചര്യത്തോടെ കൈപിടിച്ചു നോക്കി. ഇതെന്താ ചെറിയ ഉണ്ണിമാതിരി? ഹരി ചിരിച്ചു. ഉണ്ണിയൊന്നുമല്ല, വിരലാണ്. മുത്തശ്ശനിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. വണ്ടർഫുൾ. ഹരിയുടെ ഐഡന്റിറ്റിയായി ഇരുന്നോട്ടെ, അവൾ പറഞ്ഞു. ഈ വീട് ഇഷ്ടമായോ? ഹരി ചോദിച്ചു. ഉവ്വ്, മച്ചുള്ളത് കൊണ്ട് ചൂടും പൊടിയും വരില്ല. രവിയേട്ടന് ഈ വീടിനോട് ഒരു താല്പര്യവുമില്ല. ഹിമയുടെ മനസ്സിൽ സേതുലക്ഷ്മി കടന്നു വന്നു. സേതുവിന് 18-19 വയസ്സ് വരും. അതിസുന്ദരി തന്നെ. മണ്ഡപത്തിൽ വെച്ച് ഫുൾ മാർക്കും അവൾ കൊണ്ടുപോയെന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ കമൻറ്റ്. ഹിമ അല്പം ശബ്ദമുയർത്തി ചിരിച്ചു. അവളുടെ വാക്കുകളിൽ അസൂയയുടെ ഒരു ലാഞ്ചനയും ഹരിക്ക് കണ്ടെത്താനായില്ല. ഉള്ളിലെ അസ്വസ്ഥത മറച്ചുവെച്ച് അയാൾ ചിരിയിൽ പങ്കുകൊണ്ടു. അവൾ പഠിക്കുകയായിരുന്നെന്ന് കേട്ടു. ഹിമ ഹരിയുടെ മുഖത്ത് നോക്കി. ആ, ഡിഗ്രി ഫൈനൽ. ഹരി എങ്ങും തൊടാതെ പറഞ്ഞു. ഈ സുന്ദരിക്കുട്ടിയെ ആരാ കണ്ടുപിടിച്ചത്? ഹിമയുടെ ചോദ്യം അയാൾക്ക് തീർത്തും അസഹ്യമായി. നമുക്കത് വിടാം. അയാൾ ഹിമയുടെ നീണ്ട വിരലുകൾ ചുണ്ടോട് ചേർത്തു. പിന്നീട് ചാരത്തേക്ക് പിടിച്ചണച്ചു. ഹിമയെല്ലാം മറന്നു. ഒരു പഞ്ഞിക്കെട്ട് പോലെ ഹരിയുടെ മാറിലേക്ക് അവൾ പറ്റിച്ചേർന്നു. രാവിലെ നന്ദിയത്താദ്യമുണർന്നത് സേതുലക്ഷ്മിയായിരുന്നു. കണ്ണു തുറക്കുമ്പോൾ രവിയേട്ടന്റെ കൈത്തണ്ടയിലാണ് കിടക്കുന്നതെന്ന് അവൾ അറിഞ്ഞു. അവൾ നാണിച്ചുപോയി. രവിയെ ഉണർത്താതെ അവൾ എഴുന്നേറ്റിരുന്നു. ആ മുഖത്തേക്ക് പാളി നോക്കി. അയാൾ നല്ല ഉറക്കമാണെന്ന് മനസ്സിലായപ്പോൾ സമാധാനമായി. ഉറക്കത്തിലാണെങ്കിലും ആ മുഖത്തേക്ക് നോക്കാൻ കൂടി അവൾക്ക് ലജ്ജ തോന്നി. കഴിഞ്ഞ രാത്രിയെക്കുറിച്ച് ഓർത്തപ്പോൾ പുറത്തിറങ്ങാൻ തോന്നിയില്ല. കുറേ നേരം ബെഡിലിരുന്ന ശേഷം സേതുലക്ഷ്മി എഴുന്നേറ്റ് വന്നു. വാതിൽ തുറന്നു. ഹാളിൽ ആരെയും കണ്ടില്ല. അമ്പലത്തിൽ നിന്ന് കീർത്തനം വരുന്നുണ്ടോ എന്ന് അവൾ ചെവിയോർത്തു. ഒന്നും കേട്ടില്ല. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ഹാളിൽ വന്നു നിന്നു. തിരിച്ചു മുറിയിലേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ ദേവി അമ്മ ഇറങ്ങി വരുന്നത് കണ്ടു. രാവിലെ അവളെ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. മോള് നേരത്തെ എണീറ്റോ? പോയി കുളിച്ചു വാ, അവർ സ്നേഹത്തോടെ പറഞ്ഞു. സേതുലക്ഷ്മി കുളിമുറിയിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് അവൾ മുറിയിൽ വരുമ്പോഴും രവി ഉണർന്നിരുന്നില്ല. അവൾ തലമുടി തോർത്തിൽ ചുറ്റിക്കെട്ടി വെച്ചു. സാരി ചുറ്റിയിട്ട് പുറത്തു വന്നു. സൈക്കിളിന്റെ ബെല്ലൊച്ച കേട്ട് പൂമുഖത്തേക്ക് വന്നപ്പോൾ പാൽക്കാരൻ പാത്രത്തിൽ പാൽ ഒഴിക്കുന്നത് കണ്ടു. അയാൾ അവളെ നോക്കി ചിരിച്ചിട്ട് മടങ്ങിപ്പോയി. സേതുലക്ഷ്മി പാൽപാത്രവുമായി അടുക്കളയിലേക്ക് നടന്നു. ചായക്കുള്ള വെള്ളം തിളച്ചു തുടങ്ങിയപ്പോൾ ദേവിയമ്മ അവിടേക്ക് വന്നു. അവളെ അവിടെ കണ്ടപ്പോൾ ദേവിയമ്മയുടെ മനസ്സ് നിറഞ്ഞു. അവളുടെ അടുത്ത് വന്ന് വാത്സല്യത്തോടെ പുഞ്ചിരിച്ചു. ഇവിടത്തെ അടുക്കളക്കാരിയൊക്കെ ഞാൻ തന്നെ ചെയ്യാറ്. ഇനി അമ്മ വിശ്രമിച്ചാ മതി, അവൾ സ്നേഹത്തോടെ ദേവിയമ്മയെ നോക്കി. നിന്നെ അടുക്കളപ്പണിക്കല്ല ഞാൻ കൊണ്ടുവന്നത്. എല്ലാം നമുക്ക് ചെയ്യാം. ഒരു വീട്ടിലെ കാര്യത്തിൽ എല്ലാവരും പങ്കുചേരുമ്പോഴല്ലേ ഒത്തൊരുമ ഉണ്ടാവൂ. എല്ലാ സന്തോഷവും സന്താപവും ഒരുമിച്ച് അനുഭവിക്കാം. ഒന്ന് നിർത്തിയിട്ട് ദേവിയമ്മ തുടർന്നു. ഹിമ ജോലിയുള്ള കുട്ടിയാ. ഒത്തിരി സ്വാതന്ത്ര്യം അവൾ കാണിച്ച കാര്യാക്കണ്ട. അമ്മയുടെ സംസാരത്തിന്റെ പൊരുൾ അവൾക്ക് മനസ്സിലായി. ഞാൻ അങ്ങനൊന്നും ചിന്തിക്കില്ല അമ്മേ. ഹിമയ്ക്ക് എന്നോട് നല്ല സ്നേഹ. വലിയ വീട്ടിലെ ആളാവുന്ന ഭാവമൊന്നുമില്ല. ഇന്നലെ വൈകിട്ട് എന്നെ സാരി കുത്താൻ പഠിപ്പിച്ചു തന്നു. അതിശയം സ്ഫുരിക്കുന്ന വാക്കുകളോടെ സേതുലക്ഷ്മി പറഞ്ഞു. ആ, ചായ കൂട്ടിക്കോളൂ, ദേവിയമ്മ നിർദ്ദേശിച്ചു. അപ്പോൾ ഹിമ നേരിയൊരു ചമ്മലോടെ അങ്ങോട്ട് വന്നു. അവളുടെ ഭാവം കണ്ടപ്പോൾ സേതുലക്ഷ്മി ചിരി ഉള്ളിലൊതുക്കി. മോള് വന്നൂലോ, ഒരു കപ്പ് രാമനും കൊടുക്കാം. സേതുലക്ഷ്മി പകർന്നു വെച്ച ചായക്കപ്പുകളിൽ 2 എടുത്ത് ദേവിയമ്മ അടുക്കള വിട്ടു. അമ്മയ്ക്ക് നല്ല കോമൺ സെൻസ് ഉണ്ട്.
കണ്ടില്ലേ പെട്ടെന്ന് മാറിത്തന്നത്. മരുമക്കൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കട്ടെ എന്ന് കരുതി കാണും. ഹിമ ചിരിച്ചു. സേതുലക്ഷ്മി നാണിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്? ഹിമയുടെ കള്ളച്ചിരി കൂടിയായപ്പോൾ സേതുലക്ഷ്മിയുടെ മുഖം ചുവന്നുപോയി. ദേ ചായ തണുക്കും, ഹരിസാറിന് കൊണ്ടുപോയി കൊടുക്കൂ. ഹരി ഉണർന്നിട്ടില്ല. ഹിമ ഒരു കപ്പെടുത്ത് കഴിച്ചു തുടങ്ങിയപ്പോൾ സേതുലക്ഷ്മി അമ്പരന്ന് നിന്നു. സേതു കുളിച്ചോ? ഉവ്വ്, കുളിച്ചു വരാൻ അമ്മ പറഞ്ഞു. രാവിലെ കുളിക്കാൻ എനിക്ക് കഴിയില്ല, 9 മണിയെങ്കിലും ആവണം. അമ്മ എന്ത് കരുതി കാണുമോ ആവോ, ഉണരാനും വൈകി. ക്ഷീണം കൊണ്ട് പുലർന്നതറിഞ്ഞില്ല. ഹിമയുടെ സംസാരം കേട്ടപ്പോൾ സേതുലക്ഷ്മിക്ക് പിന്നെയും ചിരി വന്നു. ചായ കുടിച്ചു തീർത്തിട്ട് ഹിമ കപ്പ് താഴെ വെച്ചു. എന്നിട്ട് ഹരിക്കുള്ള ചായക്കപ്പുമായി അവൾ മുറിയിലേക്ക് നടന്നു. ഹിമ ബെഡ്റൂമിൽ വരുമ്പോൾ ഹരി എഴുന്നേറ്റിരുന്നു. അവൾ ചായക്കപ്പുമായി വരുന്നത് കണ്ടപ്പോൾ അയാൾ ചോദിച്ചു, ചായ ആരെങ്കിലും തയ്യാറാക്കി വെച്ചിരുന്നോ? യെസ്, ആരാന്ന് പറയാമോ? കപ്പ് അയാൾക്ക് കൊടുത്തിട്ട് ഹിമ അടുത്തിരുന്നു. സേതുവായിരിക്കും. കറക്റ്റ്. ഹരി എത്ര പെട്ടെന്ന് ആൻസർ തന്നു, അവൾ അതിശയിച്ചു. അയാൾ ചായ കുടിച്ചു തുടങ്ങി. ഞാൻ രാവിലെ ഒപ്പം കൂടാത്തതിൽ സേതുവിന് ഈർഷ്യയൊന്നുമില്ല. നല്ല മനസ്സാ സേതുവിൻ്റെത്. അവളുടെ ലജ്ജ കാണാനൊരു സുഖമുണ്ട്. രവിയേട്ടൻ ഭാഗ്യവാൻ തന്നെ. ഹരി മിണ്ടിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ചായ ഉണ്ടാക്കാനൊന്നും അറിയില്ല. നിസ്സഹായതയോടെ ഹിമയിരുന്നു. താൻ ഇവിടെ ഒന്നും ചെയ്യണ്ട, വീട്ടുജോലിയൊക്കെ അമ്മയും സേതുവും ചെയ്തോളും. ഹരി കളിയാക്കിയതാണെന്ന് ഹിമയ്ക്ക് മനസ്സിലായി. കളിയാക്കണ്ട, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവൾ നീരസപ്പെട്ടു. ഒരു ചായ ഉണ്ടാക്കാൻ അറിയാത്ത പെണ്ണിനെ തന്നെ എനിക്ക് കിട്ടിയല്ലോ. അയാൾ ഒഴിഞ്ഞ കപ്പ് മേശപ്പുറത്ത് വെച്ചിട്ട് പരിതപിച്ചു. അത് തമാശയാണെന്ന് അറിയാമായിരുന്നിട്ടും ഹിമയ്ക്ക് തെല്ല് ഖേദം തോന്നി. ഹരിയുടെ മനസ്സിൽ സേതുവിനെ പോലൊരു പെണ്ണായിരുന്നോ ഉണ്ടായിരുന്നത്? ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. ഹരി ഉള്ളുകൊണ്ട് നടുങ്ങി. എന്തൊക്കെയാണ് ഹിമ ചോദിക്കുന്നത്? ഹരി നോക്കിക്കോ, 2 ദിവസത്തിനുള്ളിൽ ഒക്കെ ഞാൻ പഠിക്കും. അന്നേരം കോംപ്ലിമെന്റ് തരാൻ മടിക്കരുത്. അവളുടെ മുഖത്ത് വാശി നിഴലിച്ചു. കപ്പുമെടുത്ത് അവൾ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. ഹിമ അടുക്കളയിലേക്ക് വന്നപ്പോൾ പച്ചക്കറി നുറുക്കുകയായിരുന്നു സേതുലക്ഷ്മി. ഹിമയും ഒരു കത്തി കയ്യിലെടുത്ത ശേഷം സേതുലക്ഷ്മിയോടൊപ്പം കൂടി. ശീലമുണ്ടോ? സേതുലക്ഷ്മിയുടെ ചോദ്യത്തിന് മറുപടിയായി ഹിമ ഭംഗിയായി ഒന്ന് മന്ദഹസിച്ചു. കഴുകി വെച്ച പാവയ്ക്ക അവൾ കയ്യിലെടുത്തു. സേതു പഠിക്കുകയായിരുന്നെന്ന് കേട്ടു. ഉവ്വ്, ഡിഗ്രി ഫൈനൽ. ഏത് കോളേജിൽ? ഹിമയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ സേതുലക്ഷ്മി പതറി. കത്തി കൊണ്ട് വിരൽ ചെറുതായൊന്ന് മുറിഞ്ഞു. ആ സമയം ദേവിയമ്മ അങ്ങോട്ട് വന്നു. രണ്ടാളും പണി തുടങ്ങിയോ? സേതുവാണ് ആദ്യം വന്നത്, ഹിമ പറഞ്ഞു. ദേവിയമ്മ അടുത്ത കസേരയിലിരുന്നു. സേതു എന്താ ഹിമയെ വിളിക്കുക? പേര് വിളിച്ചാൽ മതി. പ്രായത്തിൽ മൂപ്പ് എനിക്കാണെങ്കിലും സേതു എൻ്റെ ഏട്ടത്തിയമ്മയല്ലേ? ഹിമ ചിരിച്ചു. വാസ്തവത്തിൽ ഹിമയെ എങ്ങനെ സംബോധന ചെയ്യണമെന്നറിയാതെ സേതുലക്ഷ്മി കുഴങ്ങുന്നുണ്ടായിരുന്നു. അതാ ശരി, ദേവിയമ്മ അനുകൂലിച്ചു. സേതു പഠിച്ച കോളേജിന്റെ പേര് പറഞ്ഞില്ല, ഹിമ വീണ്ടും ഓർമ്മിപ്പിച്ചു. സേതുലക്ഷ്മിയുടെ ശരീരം വീണ്ടും ചുട്ടുപൊള്ളി. നുണ പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഹരിസാറിന്റെ കോളേജിലാ. എന്നിട്ട് ഹരി എന്നോട് പറഞ്ഞില്ലല്ലോ. കത്തി താഴെ വെച്ചിട്ട് ഹിമ അത്ഭുതപ്പെട്ടിരുന്നു. കഴിഞ്ഞ രാത്രി സേതുലക്ഷ്മിയെപ്പറ്റി ഹരിയോട് അന്വേഷിച്ചപ്പോൾ അയാൾ ഒഴിഞ്ഞു മാറിയത് അവൾ ഓർത്തു. ദേവിയമ്മയും വല്ലാത്തൊരു കുടുക്കിൽ വീണ മട്ടായി. വെറുമൊരു കുശലം മാത്രമാണ് ഹിമയുടെ ചോദ്യമെന്നറിയാം. സേതുലക്ഷ്മിയുടെ പരിഭ്രമം കണ്ടപ്പോൾ അവർക്ക് ആധി കയറി. എൻ്റെ സബ്ജക്റ്റ് ഹിസ്റ്ററി ആയിരുന്നു. ഹരി അറിയില്ലായിരുന്നോ? ഹിമയുടെ അടുത്ത ചോദ്യം പെട്ടെന്നായിരുന്നു. അവൾ അറിയാമെന്ന് ശിരസ് ചലിപ്പിച്ചു. കൂടുതൽ സംസാരിക്കാൻ ദേവിയമ്മ അനുവദിച്ചില്ല. ആ, പാവയ്ക്ക ഇതു മതി. സേതു അടുക്കളയിലൊന്ന് നോക്കിയിട്ട് വാ. സേതുലക്ഷ്മി വേഗം രംഗപ്പെട്ടു. അവളുടെ തിടുക്കവും പരിഭ്രമവും ഹിമ ശ്രദ്ധിക്കുകയും ചെയ്തു. ഹിമ കൈ കഴുകിയിട്ട് പൂമുഖത്തേക്ക് വന്നു. ഹരി പത്രം നോക്കി ഇരിപ്പുണ്ടായിരുന്നു. അവൾ അടുത്ത കസേരയിൽ ചെന്നിരുന്നു. ഹരിക്ക് മുമ്പേ സേതുവിനെ അറിയാമായിരുന്നോ? മുഖവുര കൂടാതെയായിരുന്നു ആ ചോദ്യം. സേതു ഹരിയുടെ കോളേജിലല്ലേ പഠിച്ചത്? ഹരി അവളെ അമ്പരപ്പോടെ നോക്കി. ഭാവപാരവശ്യം മറച്ചു പിടിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. ഇന്നലെ പലതവണ സേതുവിനെപ്പറ്റി ഞാൻ ചോദിച്ചിട്ടും ഹരി എന്തേ ഇത് പറഞ്ഞില്ല? പെട്ടെന്നൊരു ഉത്തരം പറയാനാകാതെ അയാൾ ഇരുന്നു പോയി. സേതുവിനെപ്പറ്റി ഞാൻ എന്തു പറഞ്ഞില്ലെന്നാ ഹിമ പറയുന്നത്? അവൾ ഡിഗ്രിക്ക് പഠിച്ചത് ഹരിയുടെ കോളേജിലല്ലേ?
ഹിമ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഉവ്വ്, അവൾ ഹിസ്റ്ററി മെയിനായിരുന്നു. കോളേജിലെ ഹിസ്റ്ററി ലെക്ചറർ ബാലു എൻ്റെ ഫ്രണ്ടാ. അവൻ്റെ വൈഫിൻ്റെ നാട്ടുകാരിയാ സേതു. അവന് ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്. ഹിമയോട് ആദ്യ ദിവസം തന്നെ ഇതൊക്കെ വിശദീകരിക്കണമായിരുന്നോ? നമുക്കിടയിൽ അവൾക്കെന്താ കാര്യം? ഹരിയുടെ സംസാരം കേട്ടാൽ തോന്നും ഞാനെന്തോ അർത്ഥം വച്ച് സംസാരിച്ചെന്ന്. സേതുവിനെപ്പറ്റി ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കോളേജിൽ പഠിച്ച കുട്ടിയാന്ന് ഹരി പറഞ്ഞില്ലല്ലോ എന്നേ ഞാൻ അർത്ഥമാക്കിയുള്ളൂ. അവൾ സ്വയം ന്യായീകരിച്ചു. ഹരി പിന്നീടൊന്നും പറയാതെ പത്രത്തിൽ കണ്ണു നട്ടു. പക്ഷേ അക്ഷരങ്ങളൊന്നും അയാളുടെ കണ്ണുകളിൽ ഉടക്കിയില്ല. ഉച്ചയൂണ് കഴിഞ്ഞ് രവി പൂമുഖത്തിരുന്ന് വിശ്രമിക്കുമ്പോഴാണ് നരച്ച കാലൻ കുടയും നിവർത്തിപ്പിടിച്ച് പിഷാരടി കയറി വന്നത്. ഉച്ചവെയിലിൽ ഉരുകിയൊലിച്ചുള്ള ആ വരവ് കണ്ടപ്പോൾ രവിയുടെ മനസ്സ് അമർഷം കൊണ്ട് പുകഞ്ഞു. എരിവെയിലല്ലേ, ഓട്ടോ വിളിച്ച് വരാമായിരുന്നില്ലേ? രവി അനിഷ്ടത്തോടെ ചോദിച്ചു. ബസ് ഇറങ്ങിയ 5 മിനിറ്റല്ലേ ഉള്ളൂ, ഞാനിങ്ങ് നടന്നു. പിഷാരടി നിഷ്കളങ്കമായി ചിരിച്ചു. കുട മടക്കി ചുവരിൽ ചാരി വെച്ചിട്ട് പിഷാരടി ഇരുന്നു. രണ്ടാം മുണ്ട് മടക്കി ചാലിട്ടൊഴുകാൻ തുടങ്ങിയ വിയർപ്പ് തുളച്ചു. നനഞ്ഞു കുതിർന്ന മുണ്ട് പിഴിയാമെന്ന അവസ്ഥയിലായി. അത് കണ്ടപ്പോൾ രവിയുടെ ഉള്ളിലെ അമർഷം നുരഞ്ഞുയരാൻ തുടങ്ങി. പുറത്തെ സംസാരം കേട്ട് ആദ്യം വന്നത് ഹിമയായിരുന്നു. അവൾക്ക് ആകെ തന്നെ മനസ്സിലായില്ല. ആരാ അത്? അവൾ രവിയെ നോക്കി. രവിക്ക് ജാള്യം തോന്നി. അസ്ഥികൂടം പോലെയുള്ള ആ ശരീരം ഇരുന്ന് കിതയ്ക്കുകയാണ്. ഞാൻ സേതുവിൻ്റെ അച്ഛനാ മോളെ. പിഷാരടിയാണ് മറുപടി പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല അച്ഛാ. അവൾ സന്തോഷത്തോടെ അയാളുടെ അടുത്തേക്ക് വന്നു. സേതു, രവി ഉറക്ക വിളിച്ചു. സേതുലക്ഷ്മി ഓടി വന്നു. പൂമുഖത്ത് അച്ഛനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ മിഴികൾ നിറഞ്ഞു. അച്ഛൻ എപ്പോഴാ വന്നേ? അവൾ അടുത്തേക്ക് നീങ്ങി. വന്ന് കയറിയതേ ഉള്ളൂ മോളെ. അയാൾ വാത്സല്യത്തോടെ മകളെ നോക്കി ചിരിച്ചു. സേതു അച്ഛനോട് സംസാരിക്കും, ഞാൻ തണുത്ത വെള്ളമെടുക്കാം. ഹിമ അകത്തേക്ക് കയറിപ്പോയി. നോക്ക്, വണ്ടി ഇറങ്ങി നട്ടുച്ച നേരത്ത് നടന്നു കിതച്ചാ വന്നത്. ആൾക്കാരെന്താ പറയുക? രവിയുടെ ഭാര്യയുടെ അച്ഛനാ ആ പോകുന്നതെന്ന് പറഞ്ഞ ആർക്കാ അതിൻ്റെ നാണക്കേട്? രവിയുടെ സംസാരം കേട്ടപ്പോൾ പിഷാരടിയുടെ മുഖം ദയനീയമായി. സേതുലക്ഷ്മി രണ്ടുപേർക്കും നടുവിൽ നിന്ന് ദഹിച്ചു. രവിയേട്ടൻ ഒന്നും മനസ്സിൽ വെച്ചല്ലച്ച. അവളുടെ കണ്ടമിടറി. പിഷാരടി മകളെ ഒന്ന് നോക്കിയിട്ട് മുഖം താഴ്ത്തി. ഒരു ദിവസം കൊണ്ട് അവൾ ഒരുപാട് മാറിപ്പോയതുപോലെ അയാൾക്ക് തോന്നി. രവി പറയുന്നതൊക്കെ നേരായിരിക്കും. ഗ്രാമത്തിൽ ജീവിച്ച തനിക്ക് നഗരത്തിലെ ജീവിതത്തെപ്പറ്റി ഒന്നും അറിയില്ല. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല മോനെ. നൊമ്പരം കൊണ്ട് പിഷാരടിയുടെ വാക്കുകൾ വിറച്ചു. സേതുലക്ഷ്മിയുടെ ഉള്ളിൽ ഒരു വിങ്ങൽ ചിറകടിച്ചു. ഹിമ ജ്യൂസുമായി വന്നു. പിഷാരടി അത് വാങ്ങി മുഴുവനും കുടിച്ചു. കത്തിയെരിഞ്ഞ വിശപ്പ് അല്പം ശമിച്ചു. കോൺട്രാക്ടർ വന്നോ മോളെ? ഗ്ലാസ് മടക്കി കൊടുക്കുമ്പോൾ സ്നേഹത്തോടെ പിഷാരടി ചോദിച്ചു. ഇല്ല, വൈകിട്ട് വരുമായിരിക്കും. ഹിമ പുഞ്ചിരിച്ചുകൊണ്ട് ഗ്ലാസുമായി അകത്തേക്ക് നടന്നു. ഊണ് കഴിക്കാമച്ച? സേതുലക്ഷ്മി ക്ഷണിച്ചു. ഞാൻ കഴിച്ചു മോളെ. രവിയുടെ പെരുമാറ്റത്തിലെ വൈകല്യം അയാളെ മടുപ്പിച്ചിരുന്നു. അച്ഛൻ ഊണ് കഴിച്ചിട്ടില്ലെന്ന് അവൾക്കറിയാം. ദേവിയമ്മയോടൊപ്പം ഹിമ കടന്നു വന്നു. പിഷാരടിയെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം തുടിച്ചു. ഞാനൊന്നും മയങ്ങിപ്പോയി. ക്ഷമാപണത്തോടെ ദേവിയമ്മ അടുത്ത കസേരയിലിരുന്നു. രാമൻകുട്ടിയെ കണ്ടില്ല. രാമൻ പുറത്തേക്ക് പോയിരിക്കണോ? എന്നാ നിങ്ങൾ പിഷാരത്തേക്ക് വരിക? പിഷാരടി ചോദിച്ചു. ഞായറാഴ്ച നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേടാ? ദേവിയമ്മ രവിയെ നോക്കി. ആ, ഞാനും സേതുവും മാത്രം പോയാൽ പോരെ? അതെന്ത് വിരുന്നു പോക്കാ രവിയേട്ട? സേതുവിന്റെ നാടും വീടും കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഹിമ ഏറ്റുപിടിച്ചു. ഹിമയെ പിഷാരത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം രവിക്ക് ചിന്തിക്കാനേ കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ രണ്ടാളുമേ വരികയുള്ളൂ, രവി തീർത്തു പറഞ്ഞു. തനിക്കവിടെ കാര്യമില്ലെന്ന് തോന്നിയ ഹിമ മുറിയിലേക്ക് പോയി. ദേവിയമ്മ മകനെ രൂക്ഷമായി നോക്കി. നീ ചെയ്തത് തീരെ ശരിയായില്ല. രവിക്ക് കൂടുതൽ പറയണമെന്നുണ്ടായിരുന്നു. പിഷാരടിയുടെ മുന്നിൽ വെച്ച് പറയാൻ അയാൾ മടിച്ചു. നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച തന്നെ ഹരിയും ഹിമയും പത്മാലയത്തിലും പോകട്ടെ. അവിടെ മാത്രമായിട്ട് ഞങ്ങൾ ആരും വരണില്ല. ദേവിയമ്മ തൻ്റെ തീരുമാനം അറിയിച്ചു. ദേവി ഒന്നും പറയാതെ മുറിയിലേക്ക് നടന്നു. അവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് പിഷാരടിക്ക് തോന്നി. അയാൾ എഴുന്നേറ്റു. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ ദേവിയമ്മേ? പിഷാരടി ഊണ് കഴിച്ചില്ലാലോ? ദേവിയമ്മ സേതുലക്ഷ്മിയെ നോക്കി. അവൾ കരയുന്ന മട്ടിൽ നിന്നു. ഞാൻ വരും വഴി വിശപ്പടക്കി. ഇപ്പൊ തീരെ വിശപ്പില്ല. പിഷാരടി കുടയുമെടുത്ത് മുറ്റത്തേക്കിറങ്ങി. സേതുലക്ഷ്മി അച്ഛൻ്റെ പിന്നാലെ ഓടിച്ചെന്നു.
എന്താ മോളെ ഇങ്ങനൊക്കെ? അവൻ എന്തെങ്കിലും സംശയമുണ്ടോ? ഗേറ്റിന് മുന്നിൽ വന്ന് ഉത്കണ്ഠയോടെ അയാൾ ചോദിച്ചു. എനിക്കറിയില്ല അച്ഛാ. അവൾ വിങ്ങൽ കടിച്ചു പിടിച്ചു. കൺപീലികൾ അടഞ്ഞപ്പോ നീർക്കണങ്ങൾ പൊടുന്നനെ ഉരുണ്ടു വീണു. അയാൾ മകളുടെ ശിരസ്സു തഴുകി. കൃഷ്ണ, എന്റെ കുട്ടിയെ കാക്കണേ. ഇനി അവിടെ നിന്നാൽ താനും കരഞ്ഞു പോകുമെന്ന് പിഷാരടിക്ക് തോന്നി. അയാൾ കുട നിവർത്തിപ്പിടിച്ച് വേഗം വെയിലിലേക്ക് ഇറങ്ങി. രണ്ടാം മുണ്ടുകൊണ്ട് വാ പൊത്തിപ്പിടിച്ച് അയാൾ കരഞ്ഞു. അച്ഛൻ മുന്നിൽ നിന്ന് മറഞ്ഞപ്പോ മിഴികൾ തുടച്ചിട്ട് സേതുലക്ഷ്മി പൂമുഖത്തേക്ക് കയറി വന്നു. ദേവിയമ്മ വേദനയോടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ നിമിഷം പ്രഭാകരൻ കോൺട്രാക്ടറുടെ ടാറ്റ സഫാരി ഗേറ്റ് കടന്നു വന്നു. മുറ്റത്ത് കാറിന്റെ ഇരമ്പൽ കേട്ട് രവി പൂമുഖത്തേക്ക് വന്നു. അയാൾ പുറത്തേക്ക് പോകാൻ ഡ്രസ് ചെയ്തിരുന്നു. ഡോർ തുറന്ന് ഹിമയുടെ ഡാഡിയും മമ്മിയും ഇറങ്ങുന്നതാണ് രവി കണ്ടത്. പ്രഭാകരൻ കോൺട്രാക്ടറുടെ പിന്നാലെ ഭാര്യ പത്മജയും പൂമുഖത്തേക്ക് കയറി. വന്നാട്ടെ, ദേവിയമ്മ ക്ഷണിച്ചു. രവി സൗഹാർദ്ദപൂർവ്വം പുഞ്ചിരിച്ചു. അങ്ങോട്ടിരിക്കാം. പ്രഭാകരൻ ഇരുന്നപ്പോ ദേവിയമ്മയും പത്മജയും അകത്തേക്ക് പോയി. അതിനു മുമ്പേ സേതുലക്ഷ്മി ഹിമയെ തേടി പോയിരുന്നു. രവി പിന്നീട് ഏറെ നേരം അവിടെ നിന്നില്ല. അവരോട് യാത്ര പറഞ്ഞ് അയാൾ വെളിയിലേക്ക് ഇറങ്ങി. ഷെഡിൽ നിന്ന് കാർ ഇറക്കി മുകേഷിന്റെ വീട്ടിലേക്കാണ് അയാൾ പോയത്. ബീച്ച് റോഡിലുള്ള മുകേഷിന്റെ വീട്ടിലെത്തുമ്പോൾ 3:30 മണി കഴിഞ്ഞിരുന്നു. കോളിംഗ് ബെല്ലിൽ വിരലമർത്തിയപ്പോൾ വാതിൽ തുറന്നത് ഒരു സ്ത്രീയായിരുന്നു. അതാരാണെന്ന് രവിക്ക് മനസ്സിലായില്ല. മുകേഷ് വിവാഹിതനുമല്ല. രവിയല്ലേ, അകത്തേക്ക് വരൂ, അവൾ മധുരമായി ക്ഷണിച്ചു. അയാൾ അകത്ത് കടന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് പടർന്ന ചന്ദന സുഖമുള്ള പെർഫ്യൂം അയാളുടെ നാസികയിലെത്തി. സ്റ്റെയർ കേസ് ഇറങ്ങി മുകേഷ് വന്നു. ഹലോ, വൈകിയപ്പോൾ ഞാൻ കരുതി വരില്ലെന്ന്. അയാൾ ചിരിച്ചു. 1-2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. മുകേഷ് അയാളുടെ അടുത്ത് വന്നു. ഇതെന്റെ ചേച്ചിയാണ്, മോഹിനി. മുകേഷ് പരിചയപ്പെടുത്തി. എനിക്ക് മനസ്സിലായില്ല, നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. രവി മോഹിനിയെ നോക്കി. അതെ, ഞാൻ കുടിക്കാനെടുക്കാം. മോഹിനിയുടെ ഓരോ ചലനത്തിലും ഒരു ലാസ്യഭംഗി രവി ശ്രദ്ധിച്ചു. നീ ഇരിക്കെ. മുകേഷിന്റെ ഒപ്പം രവി ഇരുന്നു. പോയ വേഗതയിൽ മോഹിനി മുന്തിരി ജ്യൂസുമായി വന്നു. അവൾ ഗ്ലാസ് കൈമാറിയപ്പോൾ രവിയുടെ വിരലിൽ സ്പർശിച്ചു. വൈഫിനെ കൂടി ഞാൻ പ്രതീക്ഷിച്ചു. മോഹിനി പുഞ്ചിരിച്ചു. ഒരു ദിവസം ഞങ്ങൾ രണ്ടാളും കൂടി വരാം. രവി പുഞ്ചിരിച്ചു. വെളുത്തു തുടുത്ത വട്ടമുഖമായിരുന്നു മോഹിനിയുടേത്. സംസാരിക്കുമ്പോൾ ചോര തുടിക്കുന്ന അധരങ്ങൾ അടർന്നു വീണു പോകുമോ എന്ന് തോന്നും. ജ്യൂസ് കഴിച്ചു തീർന്നപ്പോൾ മുകേഷ് രവിയെ തന്റെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നാൽ നീല നിറത്തിലെ കടൽ കാണാമായിരുന്നു. നിന്റെ ചേച്ചി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഹസ്ബൻഡിന് എന്ത് ജോലിയാന്നാ നീ അന്നു പറഞ്ഞത്? മുകേഷിന്റെ ഉത്സാഹം കെട്ടു. അയാൾ എഴുന്നേറ്റ് ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. ഡൈവേഴ്സ് കഴിഞ്ഞ് വർഷമൊന്നായി. അതൊരു ട്രാജഡിയായിപ്പോയി. ഇക്കാര്യം നിന്നോട് പറയാനുള്ള സാഹചര്യവും ഉണ്ടായില്ല. രവി അമ്പരപ്പോടെ മുകേഷിനെ നോക്കിയിരുന്നു. ഞങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും കൊടുത്താണ് അവളുടെ വിവാഹം നടത്തിയത്. കസ്റ്റംസിൽ ജോലിയുള്ള ആൾ, സുന്ദരൻ, സമ്പന്നൻ. പക്ഷേ ഒരാഴ്ച അവൾ അവിടെ കഴിഞ്ഞില്ല. അവൾ ഇന്നും കന്യകയാണ്. രവിക്ക് ഒന്നും മനസ്സിലായില്ല. ഒരു പുരുഷനുള്ള വികാരമൊന്നും അയാൾക്കില്ലെന്നാണ് ചേച്ചി അഡ്വക്കേറ്റിനോട് പറഞ്ഞത്. രവി ഞെട്ടിപ്പോയി. ഫെയ്റ്റ്. വർഷമൊന്നായെങ്കിലും മറ്റൊരു ബന്ധത്തിനും അവൾ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ വിവാഹവും നീണ്ടുപോകുന്നത്. മുകേഷിന്റെ വാക്കുകളിൽ ദൃഢത നിഴലിച്ചു. മോഹിനിയുടെ മിഴികളിൽ പതുങ്ങിക്കിടന്ന നൊമ്പരത്തിന്റെ അർത്ഥതലങ്ങൾ രവിക്ക് വ്യക്തമായി. ഞാൻ നിന്റെ മൂട് കളഞ്ഞു. അത് വിട്ടേക്ക്, നമ്മുടെ ബിസിനസിനെ പറ്റി സംസാരിക്കാം. മുകേഷ് ഉഷാറായി. തുടർന്ന് പഴവും പച്ചക്കറിയും കയറ്റുമതി ചെയ്യുന്ന ബിസിനസിനെ കുറിച്ച് മുകേഷ് സംസാരിച്ചു. മുടക്കുമുതലിനെ കുറിച്ചും ലാഭത്തെപ്പറ്റിയും അയാൾ യുക്തിപൂർവ്വം സമർത്ഥിച്ചു. രവിക്ക് മുകേഷിന് പൂർണ്ണ വിശ്വാസമായിരുന്നു. സംസാരം നിർത്തിയിട്ട് മുകേഷ് അലമാരയിൽ നിന്നും മദ്യക്കുപ്പിയും ഗ്ലാസുകളും എടുത്തുകൊണ്ടുവന്നു. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളവും ടീപ്പോയിൽ കൊണ്ടുവച്ചു. 2 ഗ്ലാസുകളിൽ മദ്യം പകർന്നിട്ട് മുകേഷ് പറഞ്ഞു, അല്പം കഴിക്കുന്നത് കൊണ്ട് സേതുലക്ഷ്മി പിണങ്ങുമോ? ഞാനിപ്പോ ഒട്ടും ഉപയോഗിക്കാറേ ഇല്ല. രവി നിരസിച്ചു. മുകേഷ് പൊട്ടിച്ചിരിച്ചു. പണ്ടും ഒരു ബിയർ കഴിക്കുന്ന ശീലമല്ലേ നിനക്കുള്ളൂ? ഇത് കഴിക്കടാ. ഇന്ന് നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്ത ദിവസമാണ്. മുകേഷ് ഗ്ലാസ് നീട്ടി. രവിക്ക് സ്വീകരിക്കാതെ നിവൃത്തിയില്ലായിരുന്നു. രാത്രി 9 മണി കഴിഞ്ഞാണ് രവി നന്ദിയത്തെത്തിയത്. അയാൾ ഡ്രസ്സ് മാറുമ്പോൾ സേതുലക്ഷ്മി മുറിയിൽ വന്നു. മദ്യത്തിന്റെ ഗന്ധമേറ്റ നിമിഷം അവൾ അമ്പരന്നുപോയി. രവിയേട്ടൻ കുടിക്കോ?
ഒരു വിലാപം പോലെ അവൾ ചോദിച്ചു. അയാൾ അവളെ രൂക്ഷമായൊന്ന് നോക്കി. അവൾ ഭയന്നു മുഖം പൊത്തിക്കരഞ്ഞു. വിവാഹം കഴിഞ്ഞ് 2-ാം നാൾ കുടിച്ചു വന്നിരിക്കുന്നു. എനിക്കിന്ന് ആഹാരം വേണ്ട, പുറത്തുനിന്ന് കഴിച്ചെന്ന് പറഞ്ഞേക്ക്. രവി കട്ടിലിലേക്ക് മറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായ തുളസീദളം അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.